ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഇപ്പോൾ ചക്കൻ്റെ സീസണല്ലേ. ഞാൻ കുറച്ച് ബരിക്ക ചക്ക എടുത്തിട്ടുണ്ട്. ചക്കൻ്റെ ചുളയും ചമണിയും കുരുവെല്ലാം വേർതിരിച്ച് ചുളം 2 പീസാക്കി കട്ട് ചെയ്തിട്ട് മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ചക്ക അലുവയാണേ. നമ്മൾ ചക്ക കട്ട് ചെയ്താൽ അതിൻ്റെ ചക്കൻ്റെ ചുള ചമണി കുരു എന്നൊക്കെയാണ് പറയാറ്. നിങ്ങളെന്താ പറയാറ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ മിക്സിൻ്റെ ജാറിൽ ചക്ക ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളവും പറഞ്ഞ് അത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുന്നുണ്ടേ. അലുവക്ക് മധുരത്തിൻ്റെ ആവശ്യമുണ്ട്. ഞാനിപ്പോൾ എടുക്കുന്നത് വെല്ലമാണ്. 1 കിലോ വെല്ലം എടുത്ത് ഒരു പാത്രത്തിലിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അലുവ ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രം കേസം വെച്ച് കൊടുത്ത് അതിൽ പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്ത് ചക്ക വാർന്നു കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ, കട്ട പിടിക്കൂ. അലുവക്ക് പാലിൻ്റെ ആവശ്യമുണ്ട്. ഞാനിപ്പോൾ തേങ്ങാപ്പാലാണ് എടുക്കുന്നുള്ളത്. ഒരു തേങ്ങ ചിരകി ടൈറ്റാക്കിയിട്ട് മിക്സിയിൽ അടിച്ചിട്ട് അതിൻ്റെ 1/4 പാലാണ് പാർന്നു കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കണേ, അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ മെൽറ്റാക്കിയ വെല്ലം ഇതിലേക്ക് പാർന്നു കൊടുക്കുന്നുണ്ട്. ഞാൻ 1 കിലോ വെല്ലമാണ് എടുത്തിട്ടുള്ളത്. അതിൽ 1/4 ഭാഗം ഇതിൽ പാർന്നു കൊടുത്തിട്ടുണ്ട്. വെല്ലം പാർന്നതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. കൈ വയ്ക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണേ, അല്ലെങ്കിൽ കട്ട പിടിക്കുകയും ചെയ്യും, അടി പറ്റുകയും ചെയ്യും. കൂടെ തന്നെ കുറച്ച് തേങ്ങ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കുന്നുണ്ട്. ഈ സമയമൊക്കെ കുറച്ച് ദൂരെ നിന്നിട്ട് ഇളക്കി കൊടുത്താൽ മതിയേ. അങ്ങനെ പുറത്തേക്കല്ല ഇത് തെറിക്കുന്നുണ്ട്. കൈ പൊള്ളാതെ നോക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. കൂടെ തന്നെ ഞാൻ കുറച്ച് എണ്ണ പാർന്നു കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങ കൊത്തിടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ രാവിലെ നാസ്തക്ക് കറിക്കരക്കാൻ വേണ്ടി നോക്കുമ്പോൾ തേങ്ങ നല്ലോണം മൂത്തുപോയി, അരക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പിന്നെ ഇതിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തതാണ്. കൂടെ തന്നെ കുറച്ച് ബദാം തൊലിയൊക്കെ കളഞ്ഞിട്ട് അതും ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 5-6 ഏലക്ക ചതച്ചതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഇളക്കുന്ന കാര്യത്തിൽ നിങ്ങൾ പിശുക്ക് കാണിക്കറേ, അടിക്ക് പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. കൈ വെക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഞാൻ അലുവ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രേ എടുത്ത് അതിലേക്ക് 6 kg പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഈ അലുവയിലും കുറച്ച് 6 kg ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഴ കാരണം ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നുണ്ട്. അങ്ങനെ ഫോൺ ഓഫായി പോയതാണ്. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കാണുന്നത്. എണ്ണ തടവിയ ട്രേയിലേക്ക് വെളുത്ത വെള്ളമാണ് വിതറി കൊടുക്കുന്നത്. ശേഷം നമ്മൾ അലുവ ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ഇങ്ങനെ നിരപ്പാക്കി കൊടുക്കണേ. കാണാൻ നല്ല മൊഞ്ചും കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള അടിപൊളി അലുവയാണ്. ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഉണ്ടാക്കിക്കോ. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയുന്നതല്ല, സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ ചക്ക അലുവ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം. ചക്ക മാത്രം മിക്സിയിൽ അടിച്ചിട്ട് പാർന്നു കൊടുക്കണം. ചില കൂട്ടർ അരിപ്പൊടിയും കോൺഫ്ലവറെല്ലാം കലക്കിയിട്ട് പാർന്നു കൊടുക്കും. അന്നേരം അങ്ങനെ ചക്കൻ്റെ ടേസ്റ്റ് കിട്ടുന്നില്ല. ചക്ക മാത്രം വെച്ച് ചെയ്യുമ്പോഴാണ് ചക്കൻ്റെ നല്ല ടേസ്റ്റോട് കൂടിയിട്ട് അലുവ കിട്ടുന്നത്. എൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ. അങ്ങനെ ഈ വെളുത്ത വെള്ളമൊന്നും ഇല്ലയെന്ന് കരുതി നിങ്ങൾ അലുവ ഉണ്ടാക്കാണ്ടിരിക്കണ്ട. അതൊരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുത്തതാണ്. ചക്ക കിട്ടുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് പോയിട്ട് അലുവ ഉണ്ടാക്കിക്കോ. സൂപ്പർ ടേസ്റ്റാണ്. തിന്നാലും മടുപ്പ് വരില്ല. അത്രക്കും ടേസ്റ്റ് ഉണ്ട് ഈ അലുവക്ക്. എൻ്റെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് പിശുക്ക് കാണിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനിയൊരു ചായയും വെച്ച് ഞാൻ അലുവ കഴിക്കട്ടെ. പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരാം. അതുവരേക്കും ബായ്.